ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ലച്ചുവിനെ ഹോസ്റ്റലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമലും അഭിയും ഒക്കെ അവിടെ നിന്ന് പോയി. ലച്ചുവിനാണെങ്കിൽ സഹിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ജാനകിക്കും അത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവർ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞതുപോലെ അഭി നേരെ അച്ഛന്റെ മുറിയിലേക്ക് ചെല്ലുക. ചെന്നപ്പോൾ വാതിലടച്ച് കുറ്റിയിടാൻ പറഞ്ഞു. വാതിലടച്ച് കുറ്റിയിട്ടു. അഭി ചെന്ന് അച്ഛന്റെ അടുത്തേക്ക് ഇരുന്നു. അപ്പോൾ അച്ഛ ആ തമ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനങ്ങ് മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു മകൻ. അങ്ങനെ എങ്ങനെ മോനെ എനിക്ക് മറന്നു കളയാൻ പറ്റുന്നേ? അങ്ങനെ ഇതൊക്കെ മറന്നു കളയാൻ പറ്റുമോ? അച്ഛൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഒരു ചുറ്റുമതിലില്ലാത്ത ഒരു വലിയ തടാകം പോലെ പൊട്ടി ഒഴുകുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കണ്ണടച്ചാല് ജാനകിയുടെ മുന്നിൽ നിന്നുള്ള തട്ടഹസിക്കുന്ന ആ വിശ്വനാഥന്റെ രൂപം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, അയാൾ ജയിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നേ? അടി കിട്ടിയതിന്റെ പക അയാൾ അങ്ങനെ അങ്ങ് തീർക്കുകയാണെന്ന് അച്ഛൻ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ, എനിക്ക് അങ്ങനെയൊക്കെ കരുതാമായിരുന്നു. വിശ്വനാഥൻ ഒരു മാന്യനായിരുന്നെങ്കിൽ. പക്ഷെ അവൻ അങ്ങനെ അല്ലാത്തിടത്തോളം അച്ഛനത് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ അമ്മയെ അനുസരിച്ച് തന്നെ അവരുടെ വീട്ടുകാരുടെ മുന്നിൽ അവരുടെയും സമ്മതത്തോടെയാണ് താലി കെട്ടിയതെന്നും, എന്നിട്ടും എനിക്ക് നീ എൻ്റെ അവിഹിത ബന്ധത്തിൽ പിറന്ന മകനാണെന്ന് വിശ്വനാഥൻ പലവട്ടം നിന്റെയും എൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുക. എന്നാ അവൻ ഒളിപ്പിച്ചു വെച്ച ആ മുഖം മറ്റാർക്കും അറിയില്ല എന്ന് സൂര്യ പറയുവാണ്. അത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന കാര്യവും പറയുന്നു. അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഇന്നലകൾ അത് നീ അറിയണമെന്ന കാര്യവും അച്ഛൻ മോനോട് പറയുക. നിനക്കറിയാവല്ലോ, തുളസിക്കതിരിന്റെ പരിശുദ്ധിയുള്ള ഒരു പാവം പിടിച്ച പെണ്ണിന്റെ ജീവിതം പിച്ചി ചീന്തിയവനാണ് വിശ്വനാഥൻ തമ്പി എന്ന് പറയുന്നവനെന്നുള്ള കാര്യം നമ്മുടെ സൂര്യ അങ്ങ് പറഞ്ഞു. പിന്നെ ഒരിക്കലും ആരോടും ഇതൊന്നും പറയരുതെന്ന് കരുതിയവനാണ് ഞാനെന്നും, പക്ഷേ എനിക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാമെന്നുള്ളത് അവൻ ഇപ്പോഴും അറിയില്ല എന്നുള്ള കാര്യവും സൂര്യ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അറിയാമായിരുന്നെങ്കിലേ എൻ്റെ മുന്നിൽ വെച്ച് നിന്നെയും ജാനകിയെയും അവൻ ഒരിക്കലും പരിഹസിക്കുമായിരുന്നില്ല എന്ന കാര്യവും അച്ഛൻ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട അഭി ഇങ്ങനെ ആകെ നെടുവീർപ്പിട്ട് നിൽക്കുവാണ്. ഞാനും വിശ്വനാഥനും കൂട്ടു ബിസിനസ് തുടങ്ങുന്ന ആ ഒരു സമയം ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഒരു പെൺകുട്ടി വന്നിരുന്നുവെന്നും, പിന്നെ രാധാമണി എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്നും, ഒരു വാര്യത്തെ കുട്ടിയായിരുന്നു അവള്, സാധു കുട്ടിയായിരുന്നു അവളെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സൂര്യ ഇങ്ങനെ അഭിയോട് പറയാം. ഒരു കാരണവും പറയാതെ അവള് പെട്ടെന്നൊരു ദിവസം ജോലിക്ക് വരാതെയായി എന്ന് സൂര്യ മകനോട് പറയാം. പിന്നെ അവള് വന്നതേ ഇല്ല എന്നും, അവളെ പിന്നെ കാണാൻ കഴിഞ്ഞതേ ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ വിശ്വനാഥനോട് ഞാൻ ചോദിച്ചപ്പോ അവളൊരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളതാണെന്ന് കള്ളം പറഞ്ഞതായിട്ട് പറഞ്ഞു. പിന്നെ എപ്പോഴോ ഞാനതങ്ങ് മറന്നു പോയി എന്ന കാര്യവും സൂര്യ ഇങ്ങനെ പറഞ്ഞ് എല്ലാം എന്താക്കുവാണ്. അപ്പോ പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാൻ എനിക്ക് 10 മാസങ്ങളാണ് വേണ്ടി വന്നതെന്ന കാര്യവും അച്ഛൻ മകനോട് പറയുന്നു. ഓഫീസിൽ ഞാനില്ലാത്ത ഒരു ദിവസം ഓവർ ടൈം ജോലി കൊടുത്ത് വിശ്വനാഥൻ ആ കുട്ടിയെ അവളെ അവിടെ പിടിച്ചിരുത്തുകയായിരുന്നു എന്നും, അന്ന് അവളോട് അവൻ അപമര്യാദയായി പെരുമാറിയെന്നും, എല്ലാവരും പോയതിനു ശേഷം ആ കുട്ടിയോട് അവൻ ചതി ചെയ്തു എന്ന കാര്യവും പറയും. അപ്പോഴത്തേക്കും അച്ഛനും ഭയങ്കരമായിട്ട് വിഷമമായി, പറയാൻ പറ്റാത്തൊരവസ്ഥ, നെഞ്ചൊക്കെ വല്ലാതെയായി. അദ്ദേഹം ഇങ്ങനെ ചുമയ്ക്കുക. പെട്ടെന്ന് അഭി എന്ന അച്ഛനെ നെഞ്ചൊക്കെ തിരുമ്മി കൊടുത്തു. അച്ഛാ എന്തു പറ്റിയച്ചാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞു. പെട്ടെന്ന് അഭി കുറച്ച് വെള്ളം എടുത്ത് അച്ഛന് കൊടുത്തു. അച്ഛൻ ആ വെള്ളം പെട്ടെന്ന് അങ്ങ് ഒറ്റ വലിക്കങ്ങ് കുടിച്ചു കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ തൊണ്ട ഇടറി തുടങ്ങി. പിന്നെ അവള് പ്രഗ്നന്റ് ആയെന്നുള്ള കാര്യം പറഞ്ഞു. ആ ഒരു സമയത്തായിരുന്നു നല്ല സ്ത്രീധനം വാങ്ങി വിശ്വനാഥൻ വസുന്ധരയെ വിവാഹം കഴിക്കുന്നതെന്നുള്ള കാര്യവും സൂര്യ അവിയോട് പറയുക. പക്ഷേ ആ പെൺകുട്ടിയോ ജീവിതത്തിന്റെ നരകയാതനകളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. ഗർഭാവസ്ഥ പുറത്തറിഞ്ഞതോടുകൂടി യാഥാസ്ഥിതികരായ വീട്ടുകാര് അവളെ പടിയിറക്കി വിട്ടുവെന്നും അവളെ പെരുവഴിയിലാക്കിയെന്നും പറഞ്ഞു. മാനസിക നില തകരാറിലായ ആ പെൺകുട്ടി ഓർഫണേജിൽ നിന്ന് പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തി. അതിനുശേഷം അതിന്റെ ജീവിതത്തിൽ നടന്ന ദുരന്തങ്ങളെല്ലാം നമ്മുടെ സൂര്യ പറയോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ആ പെൺകുട്ടി ട്രീറ്റ്മെന്റുകൾക്കിടയിൽ അവൾ ഒരു അമ്മയായി എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അബിക്ക് അന്നേരം ഒരിതും തോന്നുന്നില്ല. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആ സമയത്ത് എന്നെ കാണാൻ വന്നു. ഞാൻ അയാളെ ആദ്യമായി കാണുന്നതും അന്നാണെന്ന കാര്യവും പറഞ്ഞു. ഒരു സോഷ്യൽ വർക്കർ കൂടിയായിരുന്നു സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ വക്കീല്. അയാൾ എന്നെ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി
അവിടെ ചെന്ന് രാധാമണിയെ കാണിച്ചു തന്നെന്നും പറഞ്ഞു. ആ സമയം ഞാൻ തകർന്നു പോയി. കാരണം തലേദിവസം രാത്രി കുഞ്ഞിനെ അവിടെ കിടത്തി മനോനില തെറ്റിയ അമ്മ എവിടേക്കോ ഇറങ്ങിപ്പോയൊരു വാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ചെന്നപ്പോൾ അറിഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറയാം. പിന്നീട് അവളെ പറ്റി യാതൊരു വിവരവും അറിയാനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുന്നിലേക്ക് ആരോരുമില്ലാത്ത ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. വെറും 5 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു അവളെന്നും അവളെ എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവളെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ വനവാസത്തിന് പോയ സീതയെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനന്ന് ഞാൻ ജാനകി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. അത് കേട്ട നമ്മുടെ അഭി നടുങ്ങിപ്പോയി, ഞെട്ടിപ്പോയി. അങ്ങനെ തമ്പിയുടെ മകളാണെന്നുള്ള ആ ഒരു വലിയ രഹസ്യം നമ്മുടെ സൂര്യ തന്നെ വിളിച്ചു പറഞ്ഞു. തമ്പി ഒരു പെണ്ണിനെ പിച്ചി ചീന്തിയതും അതിൽ നിന്നുണ്ടായ കുഞ്ഞാണ് ഈ ജാനകി എന്നുള്ള സത്യം. അത് കേട്ട് നമ്മുടെ അഭി തകർന്നിങ്ങനെ നിൽക്കുക. നിനക്കിതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് ഈ അച്ഛന് നല്ല ബോധ്യമുണ്ടെന്ന കാര്യം സൂര്യ പറയുക. പക്ഷേ അച്ഛന് ഇനിയെങ്കിലും ഇത് പറയാതിരിക്കാനായിട്ട് ആവില്ല മോനെ എന്ന് സൂര്യ അഭിയോട് പറയുമ്പോൾ അഭി നിന്ന് കരഞ്ഞു. നിന്റെയും ജാനകിയുടെയും നാശം കാണാൻ വ്രതമെടുത്ത് നടക്കുന്ന തമ്പിയുടെ മകള് തന്നെയാണ് ജാനകി എന്ന സത്യം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കും. എൻ്റെ മരണത്തിലൂടെ ഈ സത്യവും ചിതയിൽ കെട്ടടങ്ങുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമായി. എല്ലാം സക്കീർ ഹുസൈന് മാത്രമേ അറിയുകയുള്ളൂ. ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും എൻ്റെ അനുവാദമില്ലാതെ അയാൾ ഈ സത്യം പുറത്തു പറയില്ല എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ട്, ആ ഒരു ധൈര്യം എനിക്കുണ്ടെന്നും ഇദ്ദേഹം പറയുക. ജാനകിയെ ഞാനൊരു ഓർഫണേജിൽ വളർത്തിയെന്നും അവളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു, അവളെ പഠിപ്പിച്ചു. വിശ്വനാഥൻ ഒന്നും അറിയാതിരിക്കാൻ ഒരിക്കൽ പോലും ഞാൻ അവളുടെ മുന്നിലേക്ക് പോയിട്ടില്ല എന്ന കാര്യങ്ങളും അദ്ദേഹം പറയുക. പക്ഷെ അവളെ ഞാൻ അവളെ അറിയാതെ അവളെ കാണുന്നുണ്ടായിരുന്നു. ഒരിക്കൽ സ്പോൺസറെ കാണാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചത് മദർ എന്നെ വിളിച്ചു പറഞ്ഞുവെന്നും പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ വിദേശത്താണെന്ന് മദർ അവളോട് കള്ളം അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ പോലും ഞാൻ അവളുടെ മുന്നിലേക്ക് ചെന്നിട്ടില്ല. ഈ ഒരു അച്ഛനാണ് അവളെ ഇത്രയൊക്കെ ആക്കിയതെന്ന് ഇന്നും അവൾക്ക് അറിയില്ല എന്ന കാര്യവും പറയുകയാണ്. BBA കഴിഞ്ഞ് ജാനകി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടെ അവൾക്ക് തുടർന്നു പോകാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കി. മറ്റൊരു വഴിയിലൂടെ അവളെ നമ്മുടെ കമ്പനിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന കാര്യവും പറഞ്ഞു. പിന്നെ ജാനകി കമ്പനിയിൽ വന്നതും അതിനുശേഷം അഭിയായി കണ്ടതും അതിനുശേഷം ജാനകി അവിടെ വന്ന് നമ്മുടെ സൂര്യയുമായി സംസാരിച്ചത്, അപ്പോയിൻമെന്റിൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ മറുപടി കൊടുത്തതും ക്വാളിഫിക്കേഷൻസ് നോക്കിയത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു നിമിഷം ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുക. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം ചോദിച്ചു. അപ്പോൾ അതൊന്നും അറിയില്ല, എനിക്ക് കുഞ്ഞുനാളിൽ തൊട്ടൊരു സ്പോൺസർ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജാനകി പറയാം. അല്ല അതാരാ എന്ന് സൂര്യ ചോദിക്കുക ജാനകിയോട്. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല, വിദേശത്ത് എവിടെയാണ് ഉള്ളത്, പേര് പോലും എനിക്ക് അറിയില്ല എന്ന് ജാനകി ഇങ്ങനെ പറയാം. അതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ള കാര്യങ്ങളും ജാനകി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുന്നു. പക്ഷേ ആ മനുഷ്യൻ എൻ്റെ ഈശ്വരനാണ് സർ, അദ്ദേഹം ഈശ്വരനെ നമ്മൾ കാണുന്നില്ലല്ലോ സർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ജാനകി അയാളെ കാണാതിരിക്കില്ല എന്ന് അച്ഛൻ അന്ന് ജാനകിയോട് പറഞ്ഞു. ഒരു പക്ഷെ ജാനകിക്ക് അയാളെ മനസ്സിലായില്ലെങ്കിലും ദൈവം അങ്ങനെ ഒരു സമാഗമം അതൊരുക്കി തരുമെന്ന് പറയുന്നു. അപ്പൊ അതൊരു പുണ്യമായിരിക്കും സാർ എന്ന് അന്ന് ജാനകി പറഞ്ഞിരുന്നു. എന്തായാലും നമ്മുടെ ജാനകിക്ക് അദ്ദേഹം ആ ജോലി അങ്ങ് കൊടുത്തു. അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് എന്താ സംഭവിച്ചതെന്ന് ജാനകിയോട് സൂര്യ ചോദിച്ചപ്പം അവിടെ ജോലി ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാർ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ ശരി, ജാനകിക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാനകിയെ അദ്ദേഹം അവിടെ ജോലിക്ക് എടുത്തു. അങ്ങനെ അവിടുന്ന് ജോയിൻ ചെയ്ത് ജാനകി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അഭി അവിടുന്ന് നടന്നു വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം കാണാതെ അവിടുന്ന് ഇവിടുന്ന് നടന്നു വരിക. നടന്നു വന്നപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി ജാനകിയുടെ കയ്യിലിരുന്ന ഫയലുകളെല്ലാം തെറിച്ച് പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി വീഴാൻ പോയി. അപ്പോഴത്തേക്കും ജാനകി വീഴാൻ തുടങ്ങിയതും അഭി കയറി ജാനകിയെ വട്ടം അങ്ങ് പിടിച്ചു. പിന്നെ ജാനകിക്ക് രക്ഷകനായി വന്ന അഭി ഇങ്ങനെ ജാനകിയെ കുറച്ചു നേരം നോക്കി നിന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ജാനകിയോട് ഒരു ഇഷ്ടം നമ്മുടെ അഭിക്ക് തോന്നി. ആ സമയത്ത് അഭി ആണെങ്കിൽ ജാനകി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ സോറി എന്ന് ജാനകി പറയുമ്പോൾ
നോക്കിയും കണ്ടും ഒക്കെ നടക്കണ്ടേ ജാനകി എന്ന് നമ്മുടെ അഭി ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ജാനകി ഇങ്ങനെ നോക്കി കേട്ടോ അഭിയെ. അപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? അതേന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അഭിറാം. അഭിറാം ആരാണെന്ന് ഇവിടെ ചോദിച്ചാൽ മതി, ഇവിടെയുള്ളവർ പറഞ്ഞു തരുമെന്ന് അഭി അന്ന് ജാനകിയോട് പറയാം. ശരിയെന്നും പറഞ്ഞു നമ്മുടെ ജാനകി അങ്ങ് പോയി. രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടതും സംസാരിച്ചു ഇതെല്ലാം നമ്മുടെ സൂര്യ അവിടെ നിന്ന് ഒരു സെക്കൻഡ് ആലോചിക്കുക. അപ്പൊ ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നിനക്ക് അവളെ ഇഷ്ടമാവുകയും ചെയ്തു. ആദ്യമൊക്കെ അവൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. പിന്നീട് എപ്പോഴോ അവള് നിന്നെ ഇഷ്ടം അംഗീകരിച്ച് തന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം നമ്മുടെ അഭി ഇങ്ങനെ ആലോചിക്കാം, ഇവർ തമ്മിൽ കണ്ടത്. പിന്നെ നമ്മുടെ ജാനകിയും അഭിയും തമ്മിൽ ഇങ്ങനെ പരസ്പരം കണ്ടതും തിരിഞ്ഞു നോക്കി നടന്നത്, പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നു. ഞാനത് ചെയ്തു തരാനേ ഒരു കാരണം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് വിശ്വനാഥൻ കൂടി അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു കമ്പനി ആയിരുന്നു എൻ്റേത്. അതിലൊരു പങ്ക് അത് ദൈവനിയോഗം പോലെ അവന്റെ മകൾക്ക് കൂടി കിട്ടണമെന്ന് ഞാൻ കരുതി എന്ന കാര്യം അദ്ദേഹം പറയുവാണ് അഭിയോട്. അപ്പോൾ പിന്നീട് വിശ്വനാഥന്റെ മകൾ അപർണയുടെ ആലോചനയുമായി ജാനകിയും നീയും കൂടി എൻ്റെ അടുത്ത് വന്നപ്പോഴും ആദ്യമൊക്കെ ഞാൻ അത് എതിർപ്പ് കാണിച്ചെങ്കിലും പിന്നീട് ഞാൻ വഴങ്ങിയത് ജാനകിയുടെ സ്വന്തം അനിയത്തി കൂടി ഈ വീട്ടിൽ വന്നോട്ടെ എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണെന്ന കാര്യം അച്ഛൻ മകളോട് പറഞ്ഞു. അഭി സ്റ്റക്കായി തന്നെ നിൽക്കുക കേട്ടോ. നിന്റെയും ജാനകിയുടെയും പേരില് മൂന്നാറിലെ എസ്റ്റേറ്റ് ഞാൻ എഴുതിയതും ഇപ്പൊ ഈ വീട് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി എഴുതി വെച്ചതും അവൾ വിശ്വനാഥന്റെ മകളായതുകൊണ്ട് മാത്രമാണെന്ന കാര്യവും നമ്മുടെ സൂര്യ അഭിയോട് പറയുന്നു. അതൊക്കെ കേട്ട അഭി അന്തം വിട്ട് നിൽക്കുക. എന്നെ ഇല്ലാണ്ടാക്കാൻ നടക്കുമ്പോഴും അച്ഛൻ തമ്പിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മോന് മനസ്സിലായില്ലേ എന്ന് സൂര്യ അഭിയോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അഭി തലയാട്ടി അറിയാം എന്നുള്ളൊരിതില്. എന്നും വിശ്വനാഥൻ ഈ കഥകളൊന്നും അറിയാൻ പോകുന്നില്ല. ജാനകിയുടെ അമ്മയെ അവൻ എന്നേ മറന്നു കാണുമെന്ന കാര്യം ഇദ്ദേഹം ഇങ്ങനെ അഭിയോട് പറയുവാട്ടോ. നീ നോക്ക്, നിനക്കൊരച്ഛനുള്ളത് പോലെ ജാനകിക്കും ഒരച്ഛനുണ്ട്, ഒരമ്മയും ഉണ്ടെന്ന കാര്യം അഭി ഇങ്ങനെ പറയണം. വിശ്വനാഥൻ അവളുടെ മുഖത്ത് നോക്കി പരിഹസിക്കുന്നത് അവനെ തന്നെയാണെന്നുള്ള കാര്യവും അച്ഛൻ മകനോട് പറയാട്ടോ. അപർണ അധിക്ഷേപിക്കുന്നത് അവളുടെ സ്വന്തം സഹോദരിയെയാണെന്നും സൂര്യ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. ഇത് കൂടുതൽ ഇനി എന്താ വേണ്ടത്? തമ്പി എന്ന് പറയുന്ന മനുഷ്യൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ കേട്ട് സ്റ്റക്കായി പോയ അഭിയെ മോനെ നീ തളർന്നു പോകരുത്. നീയേ ഉള്ളൂ ജാനകിക്കൊരു തണലായിട്ട്. ഇല്ല അച്ഛാ, ഞാൻ അല്പനേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ എന്നും പറഞ്ഞോട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് സൂര്യ ഇവിടെ വിഷമിച്ചിരിക്കുന്നു. അഭി അവിടെ പോയി ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അഭിയെ നോക്കി. അപ്പോൾ ജാനകി ഇത് അറിഞ്ഞാൽ അവൾ ഇതെങ്ങനെ സഹിക്കും? അവളുടെ അമ്മയുടെ കഥ എങ്ങനെ ഞാൻ അവളോട് പറയും എന്നൊക്കെ അഭി ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ വഴിപിഴച്ച ഏതോ ഒരു സ്ത്രീക്ക് ആർക്കോ ഉണ്ടായ ഒരുത്തയല്ലേടി നീന തമ്പി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ അപർണ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മുടെ അഭി ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. ഇതൊന്നും ജാനകിക്ക് താങ്ങാൻ പറ്റില്ലെന്ന്. ആ സമയത്ത് ജാനകി വന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ അഭിയോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് അഭിയുടെ മുന്നിൽ വന്ന് അഭിയുടെ എന്താ ഒന്നും മിണ്ടാതെ വന്നിരിക്കുന്നത്? അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞല്ലേ പോയത്. വരാൻ വൈകിയപ്പോൾ ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അഭിയേട്ടനെ അവിടെ കണ്ടില്ലല്ലോ. അഭിയേട്ടൻ എവിടെയായിരുന്നു? ആ സമയത്ത് നിന്റെയും ജാനകിയുടെയും നാശം കാണാൻ വ്രതമെടുത്ത് നടക്കുന്ന തമ്പിയുടെ മകളാണ് ജാനകി എന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് എഴുന്നേറ്റ് ജാനകി ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിക്കൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക. ജാനകി എന്തായാലും ഇങ്ങനെ നോക്കുക. അഭിയേട്ടനെ തന്നെ ഇന്നുവരെ കാണാത്തതുപോലെ നോക്കുന്നേ എന്നുള്ളൊരിതിൽ. അപ്പൊ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.